കൊല്ലം കേന്ദ്രമാക്കി തെക്കോട്ടും വടക്കോട്ടും മെമു സർവീസുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമായിരിക്കും. ആലപ്പുഴ എറണാകുളം റൂട്ടിലും തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലുമാണ് മെമു സർവീസുകൾ തുടങ്ങുന്നത്. കൊല്ലത്തെ മെമു ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സർവീസുകൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. 2009 റെയിൽവേ ബജറ്റിലാണ് എറണാകുളം കൊല്ലം റൂട്ടിൽ മെയിൻ ലെവൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് അഥവാ മെമു സർവീസ് പ്രഖ്യാപിച്ചത്. തുടർന്ന് കൊല്ലത്ത് മെമു മെയിന്റനൻസ് ഷെഡിന്റെ നിർമ്മാണവും തുടങ്ങി. 2 വർഷം കൊണ്ട് ഇഴഞ്ഞു നീങ്ങിയ നടപടിക്രമങ്ങൾ റെയിൽവേ മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനത്തോടെ വീണ്ടും സജീവമാകുന്നു. 9 മുതൽ 13 വരെ ബോഗികളുള്ള കുട്ടി ട്രെയിനുകളാണ് മെമു സർവീസിനായി ഉപയോഗിക്കുക. മുന്നിലെയും പിന്നിലെയും ബോഗിയോട് ചേർന്നായിരിക്കും എഞ്ചിൻ. 80 കിലോമീറ്റർ വേഗത്തിലോടുന്ന തീവണ്ടിക്ക് എല്ലാ സ്റ്റേഷനിലും 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകും. യാത്രക്കാർക്ക് വേഗത്തിൽ കയറുകയും ഇറങ്ങുകയും വേണമെന്നതിനാൽ വീതിയിലുള്ള വാതിലുകളാകും ഉണ്ടാവുക. മെമു സർവീസുള്ള റൂട്ടിലെ പാസഞ്ചർ ട്രെയിനുകൾ ഒഴിവാക്കും. കഴിഞ്ഞ ജൂലൈ 1 നിലവിൽ വന്ന റെയിൽവേ ടൈം ടേബിളിൽ കൊല്ലം എറണാകുളം മെമു സർവീസ് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മെമു ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതു കാരണം സർവീസ് തുടങ്ങാനായില്ല. ഇത്തവണയെങ്കിലും പ്രഖ്യാപനങ്ങൾ നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. കൊല്ലത്തെ മെമു ഷെഡിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. ഇനി പൂർത്തിയാകാനുള്ളത് വൈദ്യുതീകരണം, യന്ത്രങ്ങൾ ഘടിപ്പിക്കൽ, പ്രധാന പാതയിലേക്കുള്ള ട്രാക്ക് നിർമ്മാണം തുടങ്ങിയ അനുബന്ധ ജോലികളാണ്. ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയായാലും ആവശ്യമായ ബോഗികൾ എത്തിയാൽ മാത്രമേ മെമു സർവീസ് തുടങ്ങാനാകൂ. പ്രഖ്യാപനത്തിനപ്പുറം അതിനുള്ള നടപടികളാണ് ഇനി ആവശ്യം. PS വിജിത്ത്.